വാനില വളർത്തുക ക്ലേശകരമായ പണി തന്നെ. കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അത് തുടരാനാവൂ. വലിയ വലിയ വാനിലത്തോട്ടങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. അവയുടെ ഭാവി നിശ്ചയിക്കുവാൻ വയ്യ എന്ന് തരകൻ പറയുന്നു. വാനിലേക്ക് വില കൂടിയപ്പോൾ ഇങ്ങനെ വാനില തണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു പോക്കാണ് എല്ലാ മേഖലയിലും കണ്ടേക്കുന്നത്. അപ്പോൾ അത് ധാരാളം അങ്ങനെ ബിസിനസ് പർപ്പസിൽ ചെയ്തു. അതിനകത്ത് എല്ലാവരും അതിൽ ഒരു 50% ഇതിനകത്ത് ഔട്ടാവും എന്നുള്ളൊരു, എന്നുവെച്ചാൽ ഇത് ചെയ്യാൻ സന്മനസ്സും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് പരിപൂർണമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. വാനില വള്ളികൾക്ക് വില ഏറ്റവും താന്നിരിക്കുന്ന സമയമാണിത്. വൻകിട കർഷകർ വാനിലയെ ഉപേക്ഷിച്ച മട്ടാണ്. അതിനാൽ സമീപഭാവിയിൽ തന്നെ വില കൂടുവാനും സാധ്യതയുണ്ട്. ജലാംശം കുറഞ്ഞ സ്ഥലങ്ങളിലെ വാനിലയ്ക്ക് വിളവുണ്ടാകൂ എന്ന മുൻവിധിയെ തരകന്റെ വാനില കൃഷി ചോദ്യം ചെയ്യുന്നു. ജോലിക്കാരെ കിട്ടാതെ വരികയും നെൽകൃഷി നഷ്ടമാവുകയും ചെയ്തപ്പോൾ പാടത്ത് കാന തോണ്ടി മണ്ണ് പൊക്കിയെടുത്താണ് തരകൻ വാനില കൃഷി തുടങ്ങിയത്. ചീമമുരുക്കിലേക്ക് വാനില കയറ്റിവിട്ടു. ചുറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം, ചപ്പും ചവറുമൊക്കെ ചുവട്ടിലിട്ട് വളമാക്കി. വാനില മികച്ച വിള തന്നു. ധാരാളം ബീൻസ് വിളഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോഴും. വാനില കൃഷിയിലേക്ക് തൻ്റെ ശ്രദ്ധ ആവുന്നത്ര അർപ്പിക്കുകയാണ് ഈ കർഷകൻ. പരാഗണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഭാര്യ അനിതയാണ്. കൈപുണ്യമുള്ള കർഷകയാണ് ഇവർ. ഇവരുടെ പാടത്തെ വാനിലകളിലെ വിളവ് ആരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. നഷ്ടമെന്ന് ലോകം എഴുതി തള്ളിയപ്പോഴും വാനില കൃഷി ആദായകരം തന്നെയെന്നാണ് തരകന്റെ അഭിപ്രായം. കിലോയ്ക്ക് 120 രൂപ വില കിട്ടിയാൽ പോലും മറ്റേത് കൃഷിയേക്കാൾ ലാഭം തരാനാകും വാനിലയ്ക്ക്. അനേകതരം വിളകൾ കൃഷി ചെയ്താണ് തരകൻ വ്യത്യസ്തനാകുന്നത്. കമ്പോള മികവിൻ്റെയും തളർച്ചയുടെയും സാധ്യതകളെ കണക്കിലെടുത്താണ് ഇത്തരം മിശ്രവിളപ്രയോഗം പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചത്. അത് അങ്ങേയറ്റം വിജയിക്കുകയും ചെയ്തു. തരകനൊപ്പം കൃഷി ചെയ്ത മറ്റു കർഷകർ വാനിലയുടെ വിലത്തകർച്ചയിൽ തളർന്നു പോയപ്പോൾ ആ സാഹചര്യത്തെ അതിജീവിക്കുവാൻ തരകന് സാധിച്ചത് പുരയിടത്തിലെ മറ്റു വിളകളുടെ പിൻബലത്തിലായിരുന്നു. ഒരു വലിയ വാഴത്തോട്ടത്തിൻ്റെ ഉടമയാണ് മാത്യു തരകൻ. പാളയംകോടൻ, കദളി, കണ്ണൻ, ഏത്ത, പൂവൻ തുടങ്ങി എല്ലാ ജാതി വാഴകളും ഈ തോട്ടത്തിലുണ്ട്. വാഴ വളരുന്നതും കാനം വാരി കെട്ടിപ്പൊക്കിയ പാടങ്ങളിൽ തന്നെ. മികച്ച കായ്ഫലം തരുന്നു ഈ വാഴകളൊക്കെയും. ജലാംശം കൂടുതലുള്ള പ്രദേശത്തായതിനാൽ വാഴകൾക്ക് വളങ്ങളൊന്നും തന്നെ പ്രയോഗിക്കുന്നില്ല. രാസവളമോ ജൈവവളമോ കൂടാതെ തന്നെ തഴച്ചു വളരുന്ന തേൻവാഴകളുടെ കൂട്ടം മനം മയക്കുന്ന കാഴ്ചയാണ് പ്രദാനം ചെയ്യുന്നത്. വാഴയ്ക്കിടയിൽ ചേമ്പും കൃഷി ചെയ്തിരിക്കുന്നു. ആനച്ചെവി പോലുള്ള ഇലകൾ കാറ്റിലാടിച്ചു നിൽക്കുന്ന ചേമ്പും വിൽപ്പന വസ്തു തന്നെ. മണ്ണിന്റെ തനത് ഘടന വീണ്ടെടുക്കുന്നതിനായി തരകൻ ചെയ്ത സൂത്രവഴിയാണ് ബന്ദികൃഷി. പുല്ലുകേറാതെ നോക്കിയാൽ ബന്ദിപ്പൂ നല്ല ആദായകരമായ കൃഷിയാണ്. ബന്ദി വളരെ ലാഭകരമായിട്ടുള്ളൊരു കൃഷിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഒരു 3-4 പേര് ചെയ്തു. ഇപ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. മുടക്കില്ലാത്തൊരു കൃഷിയാണ്. അപ്പോൾ അത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് വളപ്രയോഗങ്ങളൊക്കെ വളരെ കുറച്ച് മതി. പിന്നെ പുല്ല് കയറാതെ മാത്രമുള്ള ശ്രദ്ധ മതി. അപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 10,500 രൂപയെങ്കിലും എല്ലാ ചിലവും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും. എന്നുവെച്ചാൽ അതിനകത്ത് പീരീഡ് കുറവാണ്. ഇപ്പോൾ ഒരു 2 മാസം 3 മാസം കൊണ്ട് തീരുന്നൊരു കൃഷിയാണ്. ബന്ദിപ്പ് നമുക്ക് പെരുമ്പാവൂർ, എറണാകുളത്തൊക്കെ അതിന് സൊസൈറ്റികളുണ്ട്. കുറ്റിമുല്ല സൊസൈറ്റികൾ പോലെ അതിനും സൊസൈറ്റി ഉണ്ട്. ഇപ്പോൾ ഞങ്ങളും ഇവിടെ ഒരു രൂപീകരിച്ചിട്ടുണ്ട്. ഈ മഴവന്നൂർ പഞ്ചായത്തിൽ പറഞ്ഞ രൂപീകരിച്ചിട്ടുണ്ട്. ബേബി തരകന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് മരച്ചീനി കൃഷി തന്നെയാണ്. ഇന്ന് തട്ടുകടകൾ മുതൽ നക്ഷത്ര ഹോട്ടലുകളിൽ വരെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് മരച്ചീനി. കപ്പ പുഴുക്കും മീൻകറിയും ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ടാതായിരിക്കുന്നു മലയാളിക്ക്. അനന്തമായ ഈ കമ്പോള സാധ്യതകളെ കണ്ടില്ലെന്ന് നടിക്കുവാൻ ഏതു കർഷകന് കഴിയും?
7 മാസമാണ് മരച്ചീനിയുടെ കൃഷിക്കാലം. ഒരേക്കറിൽ ഏകദേശം 2500 മൂട് മരച്ചീനിയാണ് തരകൻ നട്ടിരിക്കുന്നത്. ഓരോ മൂടിൽ നിന്നും ശരാശരി 4 കിലോ കിഴങ്ങ് ലഭിക്കുന്നു. കിലോയ്ക്ക് 4 രൂപ വെച്ച് 40,000 രൂപയാണ് വില കിട്ടുക. സർവ്വ ചെലവും കഴിഞ്ഞ് കിട്ടുന്ന അറ്റാദായം 25,000 രൂപയും. രാമന്തല എന്ന മരച്ചീനിയാണ് തരകൻ കൃഷി ചെയ്തിരിക്കുന്നത്. പണ്ടുമുതലേ തരകൻ പച്ചക്കറി കൃഷിയിൽ തൽപരനാണ്. നാടൻ പയറാണ് മുഖ്യ കൃഷി. വയലിൽ നിറയെ വിളവെടുത്തു കൊണ്ടിരിക്കുന്ന പയർ ചെടികൾ. 1 കിലോ പയറിന് 17 രൂപ വില ലഭിക്കുമെന്നതിനാൽ തൻ്റെ വരുമാന സ്രോതസ്സുകളിൽ പയർ കൃഷിക്കുള്ള പങ്കിനെ തരകൻ മറച്ചു വയ്ക്കുന്നില്ല. 90 ദിവസം മുതൽ 10 ആഴ്ചകളിലായി പയർ പറിച്ചെടുക്കാനാവും. ആഴ്ചയിൽ കുറഞ്ഞത് 50 കിലോ പയറെങ്കിലും വിൽക്കുന്നുണ്ട് ഇദ്ദേഹം. അതായത് ഒരു മാസം പയർ കൃഷി കൊണ്ട് തന്നെ 3400 രൂപ ഇദ്ദേഹത്തിന് സമ്പാദിക്കാനാവുന്നു. കായ്ഫലം തരുന്ന 100-ൽ പരം ജാതി മരങ്ങൾ തരകന്റെ പുരയിടത്തിലെ അലങ്കാരങ്ങളാണ്. മികച്ച വിളവും കൂടുതൽ ആദായവും ജാതി ഇദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഒരു ജാതി മരത്തിൽ നിന്ന് 500 മുതൽ 750 രൂപ വരെ ആണ്ടിൽ ലഭിക്കുന്നു. അതായത് ജാതി മാത്രം കൊടുക്കുന്നത് 75,000 രൂപ വാർഷിക വരുമാനം. ജാതിക്ക് പണിച്ചെലവും നന്നേ കുറവാണ്. നനച്ചു കൊടുക്കുക മാത്രമാണ് പ്രധാന ജോലി. തുരിച്ചും അടിച്ചു കൊടുക്കണം. ചാണകവും കോഴിവളവും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. രാസവള പ്രയോഗം തീരെയില്ല തന്നെ. ബഡ് ചെയ്യപ്പെട്ട ജാതിയേക്കാൾ തരകന് കായ്ഫലം കൂടുതൽ ലഭിക്കുന്നത് സാധാരണ ജാതിയിൽ നിന്ന് തന്നെ. ബഡ് ജാതിനേക്കാളും ഉള്ള ഇത് കൂടുതൽ വിളവ് കിട്ടുന്നത് സാധാരണ നമുക്ക് തൈ നട്ട് പെണ്ണായി കിട്ടുന്ന ജാതി എന്നാണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത്. ബഡ് ജാതി നല്ല വിളവുള്ളതിനാന്ന് എടുത്തു വെച്ചാലും അതിന് ലൈഫ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ബഡ് ചെയ്ത് പിടിപ്പിക്കാറുണ്ട്. അതിനകത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ സാധാരണ തൈ നട്ട് വിളവ് കിട്ടുന്ന ജാതിയിനേക്കാളും അപേക്ഷിച്ച് കുറവ് വിളവാണ് കാണുന്നത്. അനേകം മഞ്ഞപ്പന്തുകൾ തൂക്കിയിട്ട ക്രിസ്മസ് ട്രീയെ പോലെ വിളവെടുപ്പിന് തയ്യാറായ ജാതി മരങ്ങൾ തരകന്റെ പുരയിടത്തിന് സമ്മാനിക്കുന്ന കുളിർമ ചെറുതൊന്നുമല്ല.